സ്റ്റുഡൻസ്, ഇനി നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്ന പ്രോഗ്രാം 11 ആണ്. പ്രോഗ്രാം 11 എന്ന് വെച്ചാൽ HTML പ്രോഗ്രാമാണ്. പ്രോഗ്രാം 11 തൊട്ട് 16 വരെ നിങ്ങൾക്ക് HTML പ്രോഗ്രാംസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് HTML പ്രോഗ്രാംസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ പ്രോഗ്രാം 11 ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും HTML പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ തുടങ്ങേണ്ടത് പ്രോഗ്രാമിംഗ് ആപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിംഗ് എടുത്ത് അതിൽ ജീനി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ജീനി സ്റ്റാർട്ട് ചെയ്ത് വരുന്നു. അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം നമ്മൾ ഈ അൺടൈറ്റിൽഡ് എന്ന് പറഞ്ഞ ഒരു പുതിയ പേജിലായിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അൺടൈറ്റിൽഡ് വന്നില്ലെങ്കിൽ അത് വരുത്താനായിട്ട് ഫയൽ എടുത്ത് ന്യൂ എടുത്താൽ മതി. അപ്പോൾ അത് അൺടൈറ്റിൽഡ് പുതുതായിട്ട് വന്നോളൂ. ഇനി അവിടാണ് നിങ്ങൾ പഠിച്ചുകൊണ്ട് വന്ന പ്രോഗ്രാം കോഡ്, അതായത് HTML തൊട്ട് /HTML വരെ നമ്മൾ ആ കോഡ് പഠിച്ചുകൊണ്ട് വന്ന് അത് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം കേരള ടൂറിസത്തിൻ്റെയാണ്. കുറച്ച് ഭംഗിയായിട്ടൊരു അട്രാക്റ്റീവ് വെബ് പേജ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കുറച്ച് പടവും ഫോണ്ടും അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്ത് ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു വെബ് പേജ് ഉണ്ടാക്കാം. അപ്പം ഞാൻ അതിൻ്റെ ഫസ്റ്റ് കോഡ് അല്ലെങ്കിൽ നിങ്ങൾ എഴുതി റെഡിയാക്കേണ്ടതാണ്. അപ്പോൾ ആ കോഡ് ടൈപ്പ് ചെയ്യുക. കോഡ് ടൈപ്പ് ചെയ്യുമ്പം ആദ്യമേ ഒരു 5-6 വരി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സേവ് ചെയ്യാം. സേവ് ചെയ്യണമെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫയൽ എടുത്തിട്ട് സേവ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കോഡ് മൊത്തം നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ എഴുതുന്നെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ്. എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. അല്ലാണ്ട് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു പോകും. അപ്പോൾ എങ്ങനെയാണ് ഈ കോഡ് ഓർത്തിരിക്കുന്നതിനും കൂടെ ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ ആദ്യമേ ആ കോഡ് ടൈപ്പ് ചെയ്ത് ഫയൽ എടുത്തിട്ട് സേവ് കൊടുക്കുക. സേവ് ചെയ്യുന്ന സമയത്ത് അവത് ചോദിക്കും എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ എക്സാം എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ എക്സാം എന്ന് പറഞ്ഞ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡോക്യുമെൻറ്റ്സിൽ എക്സാം. ഇനി അതിൻ്റെ അകത്ത് ഇതിനൊരു പേര് കൊടുക്കണം. ഈ നമ്മൾ ടൈപ്പ് ചെയ്ത ഫയലിനൊരു പേര് കൊടുക്കണം. അപ്പോൾ നമുക്ക് ടൂറിസം എന്നോ എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി. ടൂറിസം എന്ന് തൽക്കാലം ഞാൻ കൊടുക്കും. പേര് കൊടുത്തതിന് ശേഷം ഡോട്ട് ഇട്ടിട്ട് എക്സ്റ്റൻഷൻ കൊടുക്കണം. എക്സ്റ്റൻഷൻ എപ്പോഴും സ്മോൾ ലെറ്ററിൽ വേണം കൊടുക്കാനായിട്ട്. എക്സ്റ്റൻഷൻ .html എന്ന് പറഞ്ഞ് വേണം കൊടുക്കാനായിട്ട്. എന്നിട്ട് സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് സേവ് ആവും. അപ്പോൾ നേരത്തെ ബ്ലാക്ക് കളറിലായിരുന്നു ആ കോഡെല്ലാം ഇരുന്നത്. അതിപ്പം കോഡിൻ്റെ കളറൊക്കെ മാറും. ഒരു ബ്ലൂ, ഗ്രീൻ, അങ്ങനത്തെ കളർ മിക്സ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കോഡൊന്ന് ശ്രദ്ധിക്കാം. എപ്പോഴും ഒരു HTML പ്രോഗ്രാം തുടങ്ങുന്നത് ഇങ്ങനത്തെ ടാഗ് വെച്ചിട്ടാണ്. HTML ടാഗ് വെച്ചിട്ട് തുടങ്ങുന്നു ആൻഡ് തീരുന്നതും /HTML ആയിരിക്കും. സ്ലാഷ് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സ്ലാഷ് വേണം കൊടുക്കാനായിട്ട്. അതായത് /, ഇതിനെ / എന്നാണ് വിളിക്കുന്നത്. / ഇട്ട് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പം HTMLയുടെ അകത്താണ് നമ്മൾ ഹെഡ് കൊടുക്കുന്നത്. ഹെഡിൻ്റെ അകത്ത് ടൈറ്റിൽ, ആ ടൈറ്റിൽ എഴുതി ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ടൈറ്റിൽ എന്താണെന്ന് വെച്ചാൽ കേരള ടൂറിസം എന്നായിരിക്കും. ഈ നമ്മളൊരു വെബ് പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ ഇതിൻ്റെ വെബ് പേജിൻ്റെ ഈ സൈഡിൽ ഈ tourism.html നിങ്ങൾ കാണുന്നുണ്ടോ, അങ്ങനെ അത് അവിടെ ഒരു ഹെഡിങ് പോലെ ഒരു ടൈറ്റിൽ പോലെ വരുന്നതിനാണ് ഈ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്, കേരള ടൂറിസം. ഞാൻ റൺ ചെയ്യുമ്പം കാണിക്കാം ടൈറ്റിൽ എവിടെയാണ് വരുന്നത്. അപ്പോൾ ആ ടൈറ്റിൽ ആ വിൻഡോ, നമ്മൾ കാണുന്ന വിൻഡോയുടെ മേളിൽ ഒരു ടൈറ്റിലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. മേളിലെന്ന് വെച്ചാൽ അതിൻ്റെ ബാറിൽ, ടൈറ്റിൽ ബാറിൽ വരുന്നതിനാണ് ഈ ടൈറ്റിൽ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ടൈറ്റിൽ കൊടുത്തതിന് ശേഷം ടൈറ്റിൽ എപ്പോഴും /ടൈറ്റിലും ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗിൻ്റെ ഇടയ്ക്കായിരിക്കണം. ടൈറ്റിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ നമ്മൾ ഹെഡ് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങുന്ന ബോഡി ടാഗിലാണ്. ബോഡി ടാഗിൽ നിങ്ങൾ എന്തൊക്കെയാണോ കോഡ് കൊടുത്തിരിക്കുന്നത് ആ കോഡ് മൊത്തം നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ കാണുന്ന ആ ഡിസ്പ്ലേ ഭാഗത്ത് കാണുന്ന സാധനങ്ങളാണ്, കോഡാണ് നമ്മൾ ഈ ബോഡി ടാഗിൽ എപ്പോഴും കൊടുക്കുന്നത്. ഓക്കെ, ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ റൺ ചെയ്യുമ്പം നമുക്കിവിടെ ഈ കേരള ടൂറിസം എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടോ, ഈ മേളിൽ
അപ്പോൾ ഈ കേരള ടൂറിസം മേളിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഈ കേരള ടൂറിസം എങ്ങനെ മേളിൽ വരുന്നതിനാണ് ടൈറ്റിൽ കൊടുക്കുന്നത്, അല്ലാണ്ട് ഈ സാധനം വരുന്നതിനല്ല. എവിടെ ഇതിനെയാണ് നമ്മൾ ഈ കാണുന്ന ഈ വെള്ള പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കേരള ടൂറിസം എന്ന് ബോഡി പാർട്ട് എന്ന് പറയുന്നത്. ബോഡി പാർട്ടിലാണ് കേരള ടൂറിസം, വെൽക്കം ടു ഗോഡ്സ് ആൻഡ് കൺട്രി, ടൂറിസം ഡെസ്റ്റിനേഷൻ, ഇത് പടങ്ങളെല്ലാം വരുത്താനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പോർഷനെയാണ് നമ്മൾ ബോഡി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഏറ്റവും മേളിൽ ഈ ടൈറ്റിലിൻ്റെ മേളിൽ ടൈറ്റിൽ ബാറിൽ വരുന്ന ഇതിനെയാണ് ടൈറ്റിൽ എന്ന് പറഞ്ഞ ടാഗ് വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കൊടുക്കുന്നു. ഇനി ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ Kerala.jpg, കേരളത്തിൻ്റെ ഒരു പടം വരാൻ വേണ്ടിയിട്ടാണ്, ബോഡിയുടെ ഒരു ആട്രിബ്യൂട്ടാണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ബോഡി ടാഗിൻ്റെ അകത്താണ് അത് കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ കൊടുത്തിരിക്കുന്ന ടാഗ് സെൻറ്റർ ടാഗ്. സെൻറ്റർ ടാഗ് എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയാണോ ഈ ബോഡി ടാഗിൻ്റെ അകത്ത് കൊടുക്കുന്നത് അതെല്ലാം സെൻറ്റർ നടുഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. ഇതിൻ്റെ നടുഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുത്തിരിക്കുന്ന എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. ഐയും H1 ടാഗും. നിങ്ങൾക്ക് വൈവയ്ക്ക് ഈ ഓരോ ടാഗിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ ചോദിക്കും, അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് കേൾക്കുക. ഐ ടാഗ് എന്ന് വെച്ചാൽ ഇറ്റാലിക്സിൽ ചരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്, H1 എന്ന് വെച്ചാൽ ഹെഡിങ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഹെഡിങ് H1 തൊട്ട് H6 വരെയുള്ള ഹെഡിങ് ടാഗ്സ് അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. H1 കൊടുക്കുകയാണെങ്കിൽ വലിയ ഹെഡിങ് ആയിട്ട് വരും. H3 ഇവിടെ നിങ്ങൾക്ക് അടുത്ത് കാണാം. H3 എന്ന് വെച്ചാൽ കുറച്ചുകൂടെ സൈസ് കുറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ H1 കേരള ടൂറിസം എന്ന് പറഞ്ഞ വാക്ക് വരണം. അത് ഇച്ചിരി വലിയ അക്ഷരത്തിലായിരിക്കും വരുന്നത്. പിന്നെ ഇറ്റാലിക്സും ആയിട്ടായിരിക്കും. ഇറ്റാലിക്സ് എന്ന് വെച്ചാൽ ചരിച്ചാണ് വരേണ്ടത്. ഓക്കെ, നിങ്ങളപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ H1 കേരള ടൂറിസം വെച്ചു ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ കേരള ടൂറിസം കുറച്ച് ബോൾഡായിട്ട് ചരിഞ്ഞാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഐ ക്ലോസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അടുത്ത ഹെഡിങ് കൊടുത്തിരിക്കുന്നത് H3 വെച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് സൈസ് കുറഞ്ഞിട്ടായിരിക്കും വെൽക്കം ടു ഗോഡ്സ് ഓൺ കൺട്രി വരുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് /i ക്ലോസ് ചെയ്തു, അതായത് ഈ ഇറ്റാലിക്സിൻ്റെ ടാഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ വെൽക്കം ടു ഗോഡ്സ് ഓൺ കൺട്രിയും വരും, ഇച്ചിരി സൈസ് കുറഞ്ഞായിരിക്കും വരുന്നത് ആൻഡ് ചരിച്ചായിരിക്കും വരുന്നത്. ഓക്കെ, കാരണം അത് ഇറ്റാലിക്സ് ടാഗിൻ്റെ അകത്താണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത യു ടാഗ് എന്ന് വെച്ചാൽ അണ്ടർലൈൻ ടാഗ്. അത് നമ്മൾ കൊടുത്തിരിക്കുന്ന അടുത്ത H2 അടുത്ത ഹെഡിങ് സ്റ്റൈലിലാണ്. അപ്പോൾ കുറച്ചുകൂടെ സൈസ് കുറഞ്ഞിട്ടായിരിക്കും ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ടൂറിസം ഡെസ്റ്റിനേഷൻസ് എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെ വന്നിരിക്കുന്നത്, അത് അണ്ടർലൈൻ ചെയ്താണ് വന്നിരിക്കുന്നത്. ഞാനിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അവിടെ അപ്പുറത്തെ കോഡിൽ യു ടൈപ്പ് ചെയ്തെങ്കിലും അത് വന്നിട്ടില്ല. കാരണം എന്താ, ഞാനിപ്പം വരുത്തിയ മാറ്റം റൺ ചെയ്യാൻ, ഇത് നേരത്തെ പ്രോഗ്രാം റണ്ണിങ് ആണ്, അത് ഒന്നോടെ നമ്മൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റിങ്സിൻ്റെ ഒരു റൺ ഓർ വ്യൂ എന്ന് പറഞ്ഞാൽ ആ ബട്ടൺ ഞെക്കിയാലാണ് റൺ ചെയ്ത് കാണാൻ സാധിക്കുന്നത്. ഇപ്പം ഞാൻ ഒന്നോടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ TOU റിസം അത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവശ്യം റൺ ചെയ്തപ്പോഴും ടൈറ്റിൽ ബാറിൽ ടൈറ്റിലാണ് വന്നിരിക്കുന്നത്. കണ്ടോ, കേരള ടൂറിസം. ആ ടൈറ്റിൽ നമ്മൾ എന്താണോ കൊടുത്തത് അതാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കേണ്ടത് ഫോണ്ട് ഫേസ്. ഫോണ്ട് ഫേസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ മൂന്നാർ, ആലപ്പുഴ, വയനാട്, കൊച്ചി, തേക്കടി ഇത്രയും കാര്യങ്ങൾ ഒരു പ്രത്യേക ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റൈൽ ഇച്ചിരി വ്യത്യസ്തമാണ്. ഈ ഒരു സ്റ്റൈലിലായിരിക്കത്തില്ല ഇതിൻ്റെ ഒരു സ്റ്റൈല് വേ ഓഫ് ഫോണ്ട് വരുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഫോണ്ട്. അതിൻ്റെ ഫേസ് എന്ന് വെച്ചാൽ സ്റ്റൈലിൻ്റെ പേര്, അത് ഏരിയലാണ്. പിന്നെ കളറ് റെഡ്, സൈസ് 5. അപ്പോൾ അത്രയും സൈസിലായിരിക്കും ഇത് പ്രിൻ്റ് ചെയ്ത് ഇവിടെ ബോഡിക്കകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫോണ്ടിൻ്റെ ഫേസ് എന്ന് വെച്ചാൽ അതിൻ്റെ ടൈപ്പോ ഏരിയലാണോ ടൈംസ് ന്യൂ റോമൻ ആണോ അങ്ങനെ കൊടുക്കുന്നതാണ്. പിന്നെ കളറ് റെഡ്, സൈസ് 5 കൊടുക്കുക. പിന്നെ എന്താണ് വരേണ്ടത്, ആ ഫോണ്ട് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ വരണം അത് ആണ് നമ്മൾ പിന്നെ കൊടുക്കുന്നത്. അത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഫോണ്ട് ടാഗ് എവിടെ നമ്മൾ യൂസ് ചെയ്തു അത് അവസാനിപ്പിക്കുന്ന / ഇട്ട് അവസാനിപ്പിക്കുന്ന എവിടെയാണ്.
ഓക്കെ. അപ്പോൾ ആ ഫോണ്ട് ടാഗിൻ്റെ ഇടയിൽ കൊടുക്കുന്ന എല്ലാം ആ ഒരു ഏരിയയിലും റെഡ് കളറിലും സൈസ് 5-ലായിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നത്? മൂന്നാർ, ആലപ്പുഴ, വയനാട്, കൊച്ചി, തേക്കടി, ഇത്രയും വരുന്നു. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഓരോന്നിൻ്റെ ഇടയ്ക്ക് നമ്മൾ BR ടാഗ് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ബ്രേക്ക്, അതായത് മൂന്നാർ കഴിഞ്ഞ് ബ്രേക്ക് പുതിയൊരു ലൈന് വരുത്തിയിട്ട് അടുത്ത ലൈനിലായിരിക്കും ആലപ്പുഴ വരുന്നത്. അതുകൊണ്ടാണ് മൂന്നാർ കഴിഞ്ഞിട്ട് ആലപ്പുഴ, ആലപ്പുഴ കഴിഞ്ഞിട്ട് അടുത്ത ലൈനിലാണ് വയനാട് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ മൂന്നാർ എടുത്ത് കളയുകയെന്ന് വിചാരിക്കാം. മൂന്നാറല്ല, ബ്രേക്ക് എടുത്ത് കളയുകയാണെങ്കിൽ മൂന്നാറും ആലപ്പുഴയും ഒന്നിച്ചായിരിക്കും വരുന്നത്. ഓക്കെ, ഞാനൊന്ന് റൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ കണ്ടോ, മൂന്നാറും ആലപ്പുഴയും ഒന്നിച്ചാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആ ഗ്യാപ്പ് ഇട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ബ്രേക്ക് കൊടുക്കുന്നത്. അപ്പം അത്രയും ബ്രേക്ക് കൊടുത്തു. അതിനുശേഷം പിന്നെ ഫോണ്ട് ക്ലോസ് ചെയ്തു. ഫോണ്ടിൻ്റെ ഇടയിൽ എന്താണ് കൊടുക്കുന്നത് അതായിരിക്കും അങ്ങനെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫോണ്ട് കഴിഞ്ഞിട്ട് രണ്ട് ബ്രേക്ക് എന്ന് വെച്ചാൽ ഈ തേക്കടി വന്നതിന് ശേഷം 2 ന്യൂ ലൈൻ വന്നതിന് ശേഷമായിരിക്കും അടുത്ത കോഡ് വരുന്നത്. അടുത്ത കോഡ് എന്ത് വരുത്താനാണ്? പടം വരുത്താൻ. അതിന് വേണ്ടിയിട്ടാണ് IMG, ഇമേജ് ഫയൽ കൊണ്ടുവരാനായിട്ട്. ഇമേജ് ഫയലിൽ എന്ത് കൊടുക്കണം? SRC, അതായത് ഏത് പടമാണ് വരുത്തേണ്ടതെന്ന് കൊടുക്കണ്ടേ, പേര് കൊടുക്കണ്ടേ, അതിനാണ് സോഴ്സ്, അതാണ് SRC. ആ സോഴ്സിൽ നമ്മൾ എന്ത് കൊടുക്കുക? botrace.jpg എന്ന് കൊടുക്കുക. ആ പടത്തിൻ്റെ പേര് കൊടുക്കുക. പിന്നെ അതിൻ്റെ വിഡ്ത്ത്, ആ പടത്തിൻ്റെ സൈസ്. ഇപ്പം ഇവിടെ ഞാൻ പടം വരുത്തിയിട്ടില്ല, അത് മനഃപൂർവ്വമാണ് വരുത്താഞ്ഞത്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ്, ഈ ഹൈറ്റും വിഡ്ത്തും, ആ ഹൈറ്റും വിഡ്ത്തും ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ ഹൈറ്റും വിഡ്ത്തും കൊടുത്തു. അപ്പോൾ വിഡ്ത്ത് is equal to 300 പിക്സൽസ്, ഹൈറ്റ് is equal to 200 പിക്സൽസ്. പിന്നെ പടത്തിൻ്റെ പേര് സോഴ്സ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആംബേഴ്സൻഡ് NBSP സെമിക്കോളൻ, അതായത് ഇത് നോൺ ബ്രേക്കിംഗ് സ്പേസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ബോട്രേസിൻ്റെ പടം വന്നതിന് ശേഷം 2 സ്പേസ് ഇട്ടതിന് ശേഷമായിരിക്കും കഥകളിയുടെ പടം വരുന്നത്. അപ്പോൾ അതായത് ഈ എവിടെ ആയിരിക്കും ബോട്രേസിൻ്റെ പടം വരുന്നത്, അതിനുശേഷം എവിടെ ഇടയിൽ 2 സ്പേസ്, അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത കഥകളിയുടെ പടം വരുന്നത്. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ വീണ്ടും ഒരു 2-3 സ്പേസിൻ്റെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും സ്പേസ് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഒന്നുകൂടെ റൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പ് കണ്ടോ, ഈ ഗ്യാപ്പ് അല്ലല്ലോ, ഇവിടുത്തെ ഗ്യാപ്പ് കൂടിയിട്ടില്ല. അത് അത്രയും ആ NBSP കൊടുക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ആ NBSP എടുത്ത് കളഞ്ഞാൽ എന്ത് സംഭവിക്കും? അടുത്ത പടം തൊട്ടടുത്തായിരിക്കും വരുന്നത്. ഇപ്പം ഞാൻ കളഞ്ഞിട്ട് എന്തായിരിക്കും സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ കണ്ടോ, അടുപ്പിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ആ NBSP ഒരു നിർബന്ധമല്ല ആ ഒരു പ്രോഗ്രാമിൽ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഓക്കെ, അത് വരുത്തുന്ന ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് ആ പടത്തിൻ്റെ ഇടയിൽ ഇച്ചിരി സ്പേസ് വന്നോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മളത് ടൈപ്പ് ചെയ്ത് വച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം വൈവയ്ക്ക് ചോദിക്കാം എന്തിനാണ് ഈ NBSP. അപ്പോൾ അത് നോൺ ബ്രേക്കിംഗ് സ്പേസ് ആണ്. ആ 2 പടത്തിൻ്റെ ഇടയിലുള്ള സ്പേസ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു NBSP യൂസ് ചെയ്യുന്നത്. അങ്ങനെ 4 പടം വരുത്താനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ബോട്ട് റേസ്, കഥകളി, ഹൗസ് ബോട്ട്, വൈൽഡ് ലൈഫ്, ഇത്രയും വരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സെൻറ്റർ ടാഗ്, അതായത് നമ്മളിവിടെ ബോഡിക്ക് അത് തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലേ എല്ലാം സെൻറ്ററിൽ വേണം വരാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സെൻറ്റർ ടാഗ്. അപ്പോൾ അത് ക്ലോസ് ചെയ്തു. സെൻറ്റർ ടാഗ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇനി നമുക്കൊന്നുമില്ലല്ലോ, അപ്പോൾ ബോഡി ടാഗ് ക്ലോസ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് HTML ക്ലോസ് ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ റൺ ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കേരളത്തിൻ്റെ പടം വരാൻ പറഞ്ഞിട്ടുണ്ട്, അത് വന്നിട്ടില്ല. പിന്നെ കുറേ ബോട്ട് റേസ്, കഥകളി, അതൊക്കെ വരുത്താൻ പറഞ്ഞിട്ടുണ്ട്, അതും വന്നിട്ടില്ല. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നമ്മളിപ്പം ഈ ഒരു പ്രോഗ്രാം നമ്മൾ സേവ് ചെയ്തത് എവിടെ? ഡോക്യുമെൻറ്റ്സിൽ, എക്സാമിൻ്റെ അകത്താണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ ആ ഇതെടുത്ത് നോക്കുവാണെങ്കിൽ, കോഡ് എടുത്ത് നോക്കുവാണെങ്കിൽ, നമ്മൾ സേവ് ചെയ്ത ഫോൾഡർ എടുത്ത് നോക്കുവാണെങ്കിൽ ഡോക്യുമെൻറ്റ്സിൽ എക്സാമിൻ്റെ അകത്ത് നമ്മൾ വരുത്താൻ പറഞ്ഞ പടങ്ങൾ ഒന്നും തന്നെ അവിടെ ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് പടം വരാത്തത്. അപ്പോൾ പടം വരണമെങ്കിൽ പരീക്ഷയുടെ സമയത്ത് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ ഒരു പിക്ചേഴ്സിനോ എന്തെങ്കിലും ഒരു ഫോൾഡർ കാണും. ആ പിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോൾഡറുടെ അകത്തായിരിക്കും പടങ്ങൾ സേവ് ചെയ്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ ആ പടങ്ങൾ എടുത്ത് നിങ്ങൾ നിങ്ങൾ പ്രോഗ്രാം ടൂറിസം എന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മൾ സേവ് ചെയ്തത് എക്സാം എന്ന് പറഞ്ഞൊരു ഫോൾഡറിലാണ്.
അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ആ പടങ്ങൾ കൊണ്ടുവരണം, നിങ്ങൾ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പേസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യമേ പോയി ആ പടങ്ങൾ കൊണ്ടുവരണ്ടേ. അപ്പം അത് ഞാൻ സേവ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ അകത്താണ്. ബോട്ട് റേസ്, അപ്പോൾ ഹൗസ് ബോട്ടിൻ്റെ പടം, കഥകളിയുടെ പടം, കേരളത്തിൻ്റെ പടം, ബോട്ട് റേസ്, ഹൗസ് ബോട്ട്, കഥകളി, വൈൽഡ് ലൈഫ്, കേരളത്തിൻ്റെ പടം, ഇതെല്ലാം കൂടെ ഞാൻ ആ ഒരു എക്സാം ഫോൾഡറിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ കണ്ടോ പടങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഈ സ്റ്റൈലായിട്ട് കാണുന്ന ഒരു പടത്തിന് ആ പടമാണ് കേരളത്തിൻ്റെ പടം. പിന്നെ വരുന്നത് ഹൗസ് ബോട്ട്, കഥകളി, പിന്നെ ബോട്ട് റേസ്, കഥകളി, ഹൗസ് ബോട്ട്, പിന്നെ വൈൽഡ് ലൈഫ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് പടം വരുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ പേര് കൊടുത്തിരിക്കുന്ന ഹൗസ് ബോട്ട് അത് .jpeg ആ രീതിയിൽ തന്നെ വേണം. ഇതിപ്പോൾ ക്യാപിറ്റലാണ്, JPE ഇല്ല, വെറും JPG മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പടത്തിൽ. അങ്ങനെയാണെങ്കിൽ അത് വരില്ല. അതുകൊണ്ട് നമ്മൾ എവിടെ ഇമേജിൻ്റെ സോഴ്സ് ഫയൽ കൊടുക്കുമ്പോൾ എങ്ങനെയാണോ ഫയല് സേവ് ചെയ്തപ്പോൾ അതിൻ്റെ പേര് അതേ രീതിയിൽ തന്നെ കൊടുത്തിരിക്കണം. ഇപ്പോൾ ഹൗസ് ബോട്ട് .jpeg എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് വന്നു. ഇപ്പം നിങ്ങളിത് ശ്രദ്ധിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ പടം അത് JPG ഫോമാറ്റിലാണ്, Kerala.jpg ഫോമാറ്റിലാണ്. അപ്പം ഞാനിപ്പം ഈ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് Kerala.jpeg എന്നാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ റൺ ചെയ്യുമ്പം ആ കേരളത്തിൻ്റെ പടം ആ ഒരു ഇമേജ് എവിടെ വരത്തില്ല. കാരണം നമ്മളുടെ സേവ് ചെയ്തേക്കുന്നതിൻ്റെ അകത്ത് എന്താണ് പേര്, JPEG ഇല്ല, JPG എന്ന് മാത്രമേ ഉള്ളൂ. അത് കൊടുത്താൽ മാത്രമേ അത് വരത്തുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ 11th പ്രോഗ്രാമിൻ്റെ എക്സ്പ്ലനേഷൻ.